ഉള്ളത് പറയുകയാണെങ്കിൽ എന്താണ് ഇപ്പൊ നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. പറക്കും തളികൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓക്കെ തന്നെയാണ്. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചന്ദ്രനിൽ ആദ്യമായിട്ട് കാല് കുത്തിയ ആ ഒരു സമയത്ത് പോലും നമ്മൾ ഒരുപാട് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നാസ പബ്ലിക്കിനോട് പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത 162 UFO ഫയൽസിനകത്തായിക്കോട്ടെ അപ്പോളോ മിഷൻസിൽ വെച്ച് അവരന്ന് കണ്ട പല കാര്യങ്ങളുടെ ഫോട്ടോഗ്രാഫ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതും ഈ ഫയൽസിലൂടെ അവർ പറയുന്ന കാര്യങ്ങളാവട്ടെ, അവരെന്താണോ കാണുന്നത് അത് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സിന്റെ അകത്ത് 2 അപ്പോളോ മിഷൻസിന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ഒരു അന്യഗ്രഹ ജീവികളാണോ, അതോ ഇത് വേറെന്തെങ്കിലും ഒരു ടെക്നോളജി ആണോ, അതോ ഇത് നമ്മുടെ ഒരു ടെക്നോളജി ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇത് 1969 അപ്പോളോ 12 മിഷനിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോഗ്രാഫാണ്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിരിക്കുന്നത് ചന്ദ്രനിലത്തെ സർഫസിൽ നിന്നിട്ടാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു സംഭവമില്ലേ, അതായത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈറ്റ് പോലത്തെ ഒരു സംഭവമില്ലേ, അതിനെ ഇവർ കണ്ടിട്ടല്ല ഈ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിരിക്കുന്നത്. ഇവർ സർവ്വസാധാരണമായിട്ട് ഒരു ഫോട്ടോ വെറുതെ എടുത്തതാണ്. എന്നാൽ ഈ ഒരു ഫോട്ടോഗ്രാഫിനെ ഭൂമിയിൽ എത്തിച്ചിട്ട് അതിനെ പിന്നീട് അനലൈസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ കണ്ടത്. നമ്മളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോട്ടോഗ്രാഫ് ശരിക്കും മോഡിഫൈ ചെയ്ത് വച്ചേക്കുന്ന ഒരു ഫോട്ടോ ആണ്. അതിന്റെ അർത്ഥം വേറൊന്നല്ല, നിങ്ങളിപ്പോ ഈ ആകാശത്ത് കാണുന്ന ആ ഒരു ലൈറ്റ് പോലത്തെ ഒരു സംഭവമില്ലേ, അതിനെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സെറ്റിങ്സ് ഒക്കെ ട്വീക്ക് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇപ്പൊ ഈ ഒരു ഫോട്ടോഗ്രാഫി കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ കളർ ശരിക്കും ഇങ്ങനെയല്ല. എന്തിനേലും നിങ്ങളിപ്പോ ഈ കാണുന്ന ഒരു ഫോട്ടോഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 സ്ക്വയറുകൾ കാണാൻ പറ്റും. അതിലത്തെ ഏറ്റവും ചെറിയ സ്ക്വയർ ഇല്ലേ, ആ സ്ക്വയറിൽ കാണുന്ന ആ ഒരു സംഭവത്തെ ഹൈലൈറ്റ് ചെയ്ത് വച്ചേക്കുന്നതാണ് ഈ വലിയ സ്ക്വയറിൽ കാണാൻ കഴിയുന്നത്. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ഈ ഫോട്ടോഗ്രാഫിന്റെ ഹൊറൈസന്റെ ഒരു മൂലയ്ക്ക് ചെറിയ ഒരു ലൈറ്റ് മാത്രമാണ് ഇത്. ഇതെന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപാടധികം എക്സ്പ്ലനേഷൻസ് ഇത്രയും വർഷങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതിൽ നാസ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഒരു ഫിലിം ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഫിലിമിലുള്ള എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ആവാം എന്നുള്ളൊരു കാര്യം നാസ പറയുന്നുണ്ട്. പക്ഷെ അത് അവർ ഉറപ്പിച്ച് പറയുന്നില്ല. അതുമല്ലെങ്കിൽ ഈ ക്യാമറയുടെ ലെൻസിന്റെ അകത്ത് കണ്ടുവരുന്ന ഒരു ഇന്റേണൽ റിഫ്ലക്ഷൻ ആയിരിക്കാം. അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോട്ടോഗ്രാഫി ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ചിലപ്പോൾ ഇത് നമ്മുടെ മിൽക്കി വേയുടെ എന്തെങ്കിലും ഒരു പരിപാടി ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സംഭവത്തിന്റെ ഫർദർ അനാലിസിസിനെ പറ്റി ഞാൻ പഠിച്ചപ്പോഴാണ് ഇത് അതൊന്നല്ല, ഇത് വേറെ എന്തോ ആണെന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. ഇത് ശരിക്കും എന്തായിരിക്കും എന്നതിനെ പറ്റിയിട്ട് ഒരുപാട് പോസിബിലിറ്റി ഞാനിപ്പോ പറഞ്ഞുവെങ്കിലും ഇതെന്താണ് എന്നുള്ളൊരു കാര്യം ശരിക്കും നമുക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് അറിയില്ല. അതായത് ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇതൊരു അൺഐഡന്റിഫൈഡ് അനോമിലസ് ഫിനോമിനൻ എന്നൊരു കാറ്റഗറിയിലാണ്. അതായത് ഈ ഒരു സംഭവം എന്താണ് എന്നുള്ളത് ഈ ഒരു ഡേറ്റ് വരെ നമ്മൾക്ക് ആർക്കും അറിയില്ല. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ഇങ്ങനൊരു സംഗതി അവിടെ ഒരിക്കലും ഉണ്ടാവരുത്. പക്ഷേ നമുക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫിലൂടെ ആ ഒരു സംഭവത്തെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇതാണ് ആദ്യത്തെ ഫോട്ടോഗ്രാഫ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊന്ന് ഉറപ്പായിട്ട് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫോട്ടോയിലേക്ക് പോവാം. നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിരിക്കുന്നതും അപ്പോളോ 12 വെച്ചിട്ട് തന്നെയാണ്. അത് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ 2 ആൾക്കാരുടെ ഷാഡോ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ ഒരാളുടെ കൈവശം ഒരു ക്യാമറ പിടിച്ചിരിക്കുന്ന രീതിയിലാണെന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിരിക്കുന്നത്. ഈ ഫോട്ടോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് 2 ഏരിയ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഏരിയ 1 എന്നും ഏരിയ 2 എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ഈ 2 ചെറിയ ബോക്സുകളില്ലേ, ആ ബോക്സിന്റെ അകത്ത് അവർക്ക് എന്തോ ഒരു ലൈറ്റിനെ കാണാൻ പറ്റി. ആ ലൈറ്റിനെ എങ്ങനെയാണ് കാണാൻ പറ്റിയത്? ഈ ഒരു ഫോട്ടോനെ പല രീതിയിലും ട്വീക്ക് ചെയ്തപ്പോഴാണ്, അതായത് ഇങ്ങനെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഒക്കെ ഇങ്ങനെ മാറ്റിമറിച്ചപ്പോഴാണ് ആ ഒരു സംഭവത്തെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ഏരിയ 1ഉം ഏരിയ 2ഉം നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് അധികം ലൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു സംഭവം ശരിക്കും അവിടെ വരരുത്. ഇത് കാണുമ്പോൾ ഏതൊരു കൊച്ചുകുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ചേട്ടാ ഇത് ചിലപ്പോൾ ഒരു നക്ഷത്രമായി കൂടെ എന്നുള്ളത്. പക്ഷേ അവിടെ വേറൊരു കുഴപ്പമുണ്ട്.
ഈ ഫോട്ടോ എടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് ഹാസൽബ്ലാഡ് എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ ആ ക്യാമറയുടെ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഷട്ടർ സ്പീഡ് വളരെയധികം കൂടുതലാണ്. ഒരു ക്യാമറയുടെ ഷട്ടർ സ്പീഡ് കൂടുതലായതിന്റെ അർത്ഥം വേറൊന്നല്ല, ആ ഒരു ക്യാമറയുടെ ആ ഒരു സെൻസർ ഇല്ലേ, ഇപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ അതൊരു ഫിലിം ഇല്ലേ, ആ ഒരു ഫിലിമിന് ലൈറ്റിന്റെ ആ ഒരു എക്സ്പോഷർ കിട്ടുന്ന ആ ഒരു സമയം വളരെ വളരെ കുറവായിരിക്കും. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ഈ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശമില്ലേ, ആ ഒരു പ്രകാശത്തെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സമയം ആ ഒരു ഫിലിമിന് കിട്ടിയിട്ടുണ്ടാവില്ല. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതേ സെറ്റിംഗ്സിൽ വെച്ചിരിക്കുന്ന ഇതേ ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾ ചന്ദ്രനിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നക്ഷത്രങ്ങളെ കാണാൻ കഴിയില്ല. ഇനി ആകാശത്ത് നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടി ഈ ക്യാമറയുടെ ഷട്ടർ സ്പീഡ് കുറച്ച് വച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒന്നും തന്നെ കാണാൻ കഴിയില്ല. ഒരു വൈറ്റ് ഇമേജ് മാത്രമായിരിക്കും കാണാൻ കഴിയുന്നത്. അതിന്റെ കാരണം വേറൊന്നല്ല, മൂണിന്റെ സർഫസ് വളരെയധികം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു സൂര്യപ്രകാശം ചന്ദ്രനിൽ വന്ന് ഇടിക്കുമ്പോൾ അത് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യും. ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ ചന്ദ്രൻ വളരെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോ ആ ഒരു എക്സ്പോഷറിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷട്ടർ സ്പീഡ് കൂട്ടിയേ തീരൂ, അല്ലെങ്കിൽ അപ്പർച്ചറിന്റെ ആ ഒരു സംഭവം കുറച്ചേ തീരൂ. ഇനി അഥവാ ഷട്ടർ സ്പീഡ് കുറച്ചിട്ട് ലെൻസിന്റെ അപ്പർച്ചർ കൂട്ടി വെച്ചു എന്ന് വിചാരിക്കുക, അതായത് ലെൻസ് ചെറിയൊരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലത്തെ നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. അതായത് ഇവിടെ ഷട്ടർ സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങളെ ഒരു കുത്തു പോലെ കാണേണ്ടതിന് പകരം ചെറിയ വരകൾ പോലെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ നിങ്ങളിപ്പോ ഈ ഇമേജ് നോക്കുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് ഡോട്ട് പോലെയാണ് നമുക്കിവിടെ കാണാനും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പോസിബിലിറ്റിയും അവിടെ മാറിയിരിക്കുകയാണ്. ഇത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അത് തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത ഒരു ഇമേജ് നോക്കാം. നിങ്ങളിപ്പോ ഈ കാണുന്ന ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിരിക്കുന്നതും അപ്പോളോ 12 മിഷനിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോ ഈ ഒരു ഫോട്ടോഗ്രാഫിന്റെ ഹൊറൈസന്റെ മൂലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സംഭവം ഒരിക്കലും ക്യാമറയിൽ പിടിക്കരുത്. അതായത് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഒരിക്കലും ക്യാമറയിൽ കാണരുത്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ഒരു സംഭവത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇതിനോടൊപ്പം തന്നെ റിലീസ് ചെയ്തിരിക്കുന്ന പറക്കുതളികളുടെ ഫുട്ടേജുമായിട്ട് എനിക്ക് വളരെയധികം സാമ്യം തോന്നിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അതാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അടുത്ത ഫോട്ടോഗ്രാഫ് നോക്കിയാണെങ്കിലും ഇതേപോലത്തെ ഒരു സംഭവത്തെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഇത്തവണ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു സംഭവത്തെയാണ് നമുക്കിവിടെ കാണാനും കഴിയുന്നത്. അപ്പോ ഇതൊക്കെ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോ ഇത് നാസ തരുന്ന എക്സ്പ്ലനേഷൻ പോലെ ക്യാമറ ഫിലിമിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു ലെൻസ് ഫ്ലെയർ ആയിരിക്കാം. പക്ഷെ എന്തുകൊണ്ട് ഈ സ്പെസിഫിക് ഷേപ്പ് ഒക്കെ വരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നാൽ നിങ്ങളിപ്പോ ഈ കാണുന്നത് ഒരൊറ്റ ഫോട്ടോഗ്രാഫിൽ പതിഞ്ഞിരിക്കുന്ന 5 ഒബ്ജക്റ്റുകളെയാണ്. നേരത്തെ പോലെ ഈ 5 ഒബ്ജക്റ്റുകളെയും ഏരിയ 1, ഏരിയ 2, ഏരിയ 3, ഏരിയ 4, ഏരിയ 5 എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏരിയ 1 എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ ഒരുപാടധികം നക്ഷത്രങ്ങളെ പോലുള്ള ഒരു ഡോട്ട് പോലത്തെ ഒരു സംഭവം മാത്രമാണ്. ഏരിയ 2 എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഏരിയ 3 എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് സ്ഥിരം കിട്ടുന്നത് പോലെ തന്നെ ഒരു ഓർബ് പോലത്തെ ഒരു ഒബ്ജക്റ്റ് ആണ് ശരിക്കും കാണാൻ കഴിയുന്നത്. ഏരിയ 4 എന്ന് പറയുമ്പോഴാവട്ടെ ഏരിയ 1 പോലെ തന്നെ ഒരുപാടധികം നക്ഷത്രങ്ങളെ പോലത്തെ ഒരു സംഭവത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇത് നക്ഷത്രമല്ല എന്നുള്ളൊരു കാര്യം നേരത്തെ എക്സ്പ്ലനേഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഏരിയ 1ഉം ഏരിയ 4ഉം അടുത്തടുത്ത് കിടക്കുന്ന സംഭവങ്ങൾ ആയതുകൊണ്ടാണോ ഈ 2 സംഭവങ്ങൾ സിമിലർ ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അവസാനത്തെ ഏരിയ 5 എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോ ഈ ഇമേജ് കാണുന്നത് പോലെ തന്നെ എന്തോ ഒരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള, അതായത് നീളമുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് ശരിക്കും നമുക്കിവിടെ കാണാനും കഴിയുന്നത്. ഇത് കണ്ടിട്ട് ഒരു ടിപ്പിക്കൽ ടിക് ടാക് UFOയുടെ ഷേപ്പ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന ഒരു ഷേപ്പ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നാസയിലുള്ള എക്സ്പേർട്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരാളല്ല ഞാൻ. നമ്മളെക്കാൾ ഒരുപാടധികം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഒരു ഫോട്ടോഗ്രാഫ് ഒക്കെ നമുക്ക് എന്താണ് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫോട്ടോഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം.
ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫോട്ടോഗ്രാഫിക്കില്ലേ ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാ സംഭവങ്ങളും ഇല്ലേ, അത് ഇത്രയും വർഷങ്ങളായിട്ട് അനലൈസ് ചെയ്തിട്ട് അത് എന്താണെന്ന് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് വന്ന് കിടക്കുന്നത്. അതായത് ഇവരങ്ങനത്തെ ഒരു സംഭവത്തെ കണ്ടു, അതിനെപ്പറ്റി ഒന്നും തന്നെ അനലൈസ് ചെയ്തിട്ടില്ല, അത് ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിലേക്ക് വിട്ട സംഭവങ്ങളൊന്നുമല്ല. അവർ തറവായിട്ട് ചെക്ക് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ വെബ്സൈറ്റിനകത്ത് വന്നിരിക്കുന്നത്. അതും ഈ വെബ്സൈറ്റ് ഓൺ ചെയ്യുന്നത് അമേരിക്കൻ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. എന്നാൽ 1972 വെച്ചിട്ടുള്ള അപ്പോളോ 17 മിഷനിൽ വെച്ചിട്ടും ഇതേപോലുള്ള ഒരു ഫോട്ടോഗ്രാഫ് നമ്മളതിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോനെ പറ്റിയിട്ട് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും എന്തെങ്കിലും ഒരു ലെൻസ് ഫ്ലെയർ ആയിരിക്കും എന്ന രീതിയിലാണ് ഞാൻ ആ ഒരു വീഡിയോ അന്ന് പറഞ്ഞത്. അതിന്റെ കാര്യം വേറൊന്നല്ല, ഈ സംഭവം ഒരു പറക്കുംതളിയാണ് എന്ന് വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കൻ ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുന്ന ഫയൽസിന്റെ അകത്ത് ഈ ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ലോകത്ത് പലതരത്തിലുള്ള പറക്കുംതളികളെ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പറക്കുംതളികളുടെ ഫോർമേഷൻ ആണ് ശരിക്കും ഇത്. അതായത് ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഫോർമേഷൻ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു പറക്കുംതളിയാണെന്നോ അതായത് വേറെ എന്തെങ്കിലും ഒരു സംഭവമാണെന്നോ വിശ്വസിക്കാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊന്നും ഒരിക്കലും നമുക്കതങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷെ നാസ തന്നെയാണ് പറയുന്നത് ഇതെന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല എന്നുള്ളത്. അപ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് അതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരുപാട് വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് എന്താണെന്ന് അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നാസ തന്നെ പബ്ലിക്കിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതേപോലത്തെ ഒരു UFOനെയോ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇതുവരെയായിട്ട് സ്പേസിൽ വെച്ച് കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്. എന്നാൽ അതേ നാസ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ വന്ന് പറയുന്നതും. അതോടൊപ്പം തന്നെ അപ്പോളോ 12 മിഷന്റെ ആ ഒരു ക്രൂ ഇല്ലേ, അതിനകത്തുള്ള ആൾക്കാരില്ലേ, അവർ ഇത്തരത്തിലുള്ള പറക്കുംതളികളെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ട്രാൻസ്ക്രിപ്റ്റ് അടക്കം ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് PDF ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് ഇപ്പൊ ഒന്ന് കാണിച്ചു തരാം. ഇവർ തമ്മിൽ സംസാരിച്ച സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ മൂൺ ലാൻഡിങ്ങിന് ശേഷം ഇവർ തിരിച്ച് ഓർബിറ്റിലേക്ക് പോകുന്നു, എന്നിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു L ഷേപ്പ് ഒബ്ജക്റ്റിനെ കണ്ടു എന്നാണ് ഈ ഒരു ട്രാൻസ്ക്രിപ്റ്റിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഒരു സംഭവത്തെ ഇവർ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഈ ഒരു ക്രൂ വിചാരിച്ചത് ചിലപ്പോൾ ഇത് ഈ റോക്കറ്റിന്റെ എന്തെങ്കിലും ഒരു ഭാഗമായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ അതിനെപ്പറ്റി ഭൂമിയിലുള്ള മിഷൻ കൺട്രോളുമായിട്ട് സംസാരിച്ചപ്പോഴാവട്ടെ ഇത്തരത്തിലുള്ള ഒരു റോക്കറ്റിന്റെ ഭാഗം ഈ ക്രൂയുടെ അടുത്ത് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് 8000 കിലോമീറ്റർ അപ്പുറത്താണ് ഏറ്റവും അടുത്ത റോക്കറ്റിന്റെ പാർട്ട് ഉള്ളത് എന്നാണ് പറയുന്നത്. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇവര് കണ്ടിരിക്കുന്നത് ഒരു റോക്കറ്റിന്റെ ഭാഗമല്ല. അതോടൊപ്പം തന്നെ ഇവർ മൂണിനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ബസ് ഓൾഡർ എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ലേ, അദ്ദേഹം ഭൂമിയെ നോക്കിയപ്പോൾ എന്തോ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പ്രകാശം കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഇത് ഭൂമിയിലെ ഏതെങ്കിലും ഒരു വെള്ളത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന സൂര്യന്റെ പ്രകാശം ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇത്ര അധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാഷിംഗ് കാണാൻ കഴിഞ്ഞത് എന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കണ്ടിരിക്കുന്നത് അപ്പോളോ മിഷൻസിൽ മാത്രമല്ല, നാസയുടെ തന്നെ ജെമിനൈ മിഷൻസിൽ വെച്ചും ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളെ കണ്ടതായിട്ടുള്ള ഓഡിയോ ക്ലിപ്പിംഗ്സ് അടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ട്. സംഭവം വേറൊന്നല്ല, ഇവിടെയുള്ള ആൾക്കാർ അതായത് ജെമിനൈയിൽ നിൽക്കുന്ന ആൾക്കാരും ഭൂമിയിലുള്ള മിഷൻ കൺട്രോളുമായിട്ടുള്ള ഒരു സംസാരത്തിന്റെ ആ ഒരു ഓഡിയോ ആണ് ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഏകദേശം 6.5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ക്ലിപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഇപ്പൊ ഞാൻ കേൾപ്പിച്ചു തരാം. Clear. 7, go ahead. This is Houston. Say again, 7. Roger. 77, is that the booster or is that an actual sighting? Say again, 7.
You have any more information, estimated distance or size? We also have the booster inside. Understand you also have the booster in sight, Roger. And we have very many, looks like hundreds of little particles going by the west out about 3 or 4 miles. Understand you have many small particles going by on the left. At what distance? Looks like perhaps would be a vehicle with a disintegrator. Roger, understand they're about 3 to 4 miles away. Gemini 7, Houston, were these particles in addition to the booster and the bogey at 10 o'clock high? Roger. 7, this is, Houston, this is 7. Go ahead. നിങ്ങളിപ്പോൾ ഈ കേട്ട ഈ ഒരു സംഭാഷണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതായത് ഇവിടെ മിഷൻ കൺട്രോൾ, അതായത് ഗ്രൗണ്ടിൽ നിൽക്കുന്ന, ഭൂമിയിൽ നിൽക്കുന്ന ആൾക്കാർ ഇവരോട് പലതവണ വ്യക്തമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു റോക്കറ്റിന്റെ അവശിഷ്ടത്തെയാണോ കാണുന്നത് അതോ ഒരു പറക്കുംതളിയെയാണോ കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഇദ്ദേഹം വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം തരുന്നുണ്ട്. അതായത് ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് എന്തോ ഒരു സംഭവത്തെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഒബ്ജക്റ്റിനെ വളരെയധികം ബ്രൈറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ഓഡിയോ കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഈ ഒരു സംഭവത്തെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട ആൾക്കാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇത് നമ്മുടെ ഭൂമിയിലാണെങ്കിൽ പിന്നെയും പോട്ടെ നോക്കാം, ഇത് സ്പേസിലാണ്. അതും ഇവർ കാണുന്ന ആ ഒരു സംഭവം ഈ പറയുന്ന പോലെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിഷ്പ്രയാസം ഈ പറയുന്ന റോക്കറ്റിനെല്ലാം തകർക്കാൻ കഴിയും. അങ്ങനെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ ആർക്കും ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്. ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന ഫയൽസിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് തന്നെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. ശരിയായിരിക്കാം, കുറച്ച് ആൾക്കാർ പറയുന്നത് പോലെ ഇപ്പോൾ ഈ പറക്കുംതളിയുടെ ഫയൽസ് റിലീസ് ചെയ്തിരിക്കുന്നത് എപ്സ്റ്റീൻ ഫയൽസിൽ നിന്നും ഇപ്പൊ നടക്കുന്ന ഒരു യുദ്ധമില്ലേ അതിൽ നിന്നും ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തിനേലും ഇവിടുത്തെ പൊളിറ്റിക്കൽ വശം നമ്മൾ ആലോചിക്കുന്നില്ലെന്ന് വിചാരിക്കുക. എന്നാൽ പോലും മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അധികം ഫയൽസ് ഒറ്റയടിക്ക് ഡീക്ലാസിഫൈ ചെയ്തിട്ട് അത് പബ്ലിക്കിലേക്ക് തുറന്നു വിടുന്നത്. ഇത് ചിലപ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ടാക്ടിക്സ് മാത്രമായിരിക്കാം, പക്ഷേ ഇവരിത് റിലീസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതും ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് US മിലിറ്ററിയും പെന്റഗണും ഇവിടെ പ്രസിഡന്റും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇവരെല്ലാവരും ഉണ്ടാക്കിയെടുത്ത ആ ഒരു വിശ്വാസം ഉണ്ട്, ആ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അത് നശിപ്പിച്ചുകൊണ്ട് ഇവർ ഈ ഒരു സംഭവത്തെ ഫേക്ക് ചെയ്ത് പുറത്തേക്ക് വിടില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതിന്റെ എല്ലാം അർത്ഥം വളരെയധികം സിമ്പിളാണ്. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഞങ്ങൾ ആകാശത്ത് കാണുന്നത്, എന്താണ് ഞങ്ങൾക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത്? അതിനുള്ള ഒരു ഉത്തരമാണ് ശരിക്കും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇതെന്താണെന്നുള്ളതും ഇതെന്ത് ടെക്നോളജി ആണെന്നുള്ളതും ഇതിന്റെ ശരിക്കുമുള്ള ആ ഒരു സംഭവം അത് എന്താണെന്നുള്ളത് അത് വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഒരു ബാച്ച് മാത്രമാണ്. ഇനിയും ഒരുപാടധികം ഫയൽസ് റിലീസ് ചെയ്യാനുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ തന്നെയാലും ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന ഫുട്ടേജിനെ പറ്റിയുള്ള വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊന്ന് കമന്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.